മോട്ടറോളയുടെ മോട്ടോ G05 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 7,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോളയുടെ മോട്ടോ G05 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ഇപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. HD റെസൊല്യൂഷനെ വരുന്നുള്ളൂ. പക്ഷേ 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം HD റെസൊല്യൂഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പൊ പഞ്ചോൾ ഡിസൈൻ എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ അത്യാവശ്യം നല്ല പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 188.8 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.1 mm ആണ്. IP52 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു IP റേറ്റിംഗ് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിന്റെ ഫോറസ്റ്റ് ഗ്രീൻ അതുപോലെ തന്നെ പ്ലം റെഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G81 എക്സ്ട്രീം എന്നുള്ള പ്രോസസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പം 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. ഇപ്പം മികച്ച പെർഫോമൻസ് ലഭിക്കും എന്നല്ല, പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസർ എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊന്നുമില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാനും പറ്റുള്ളൂ. ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റേണലുമാണ് വരുന്നത്. LPDDR4Xന്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറി നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ അധികം കാണാത്തൊരു ഫീച്ചറാണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൂടുതലും സിംഗിൾ സ്പീക്കറാണ് വരാറ്. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 3.5 ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള ഹെലോയി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ആൻഡ്രോയിഡ് 15 സോഫ്റ്റ്വെയർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിന്റെ പിന്നിൽ 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ f2.05 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തിരക്കുകളില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5200 mAh ബാറ്ററി വരുന്നുണ്ട്. തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാവുന്നതാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 6,999 രൂപയാണ്. ജനുവരി 13 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ്. പ്രോസസർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസർ തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നല്ല ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണ് എന്ന് പറയാവുന്നതാണ്. അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തതിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് മോട്ടോ G05 എന്നുള്ള സ്മാർട്ട് ഫോൺ. ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.